അപ്പൊ നമ്മള് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അതിന്റെ എങ്ങനെയാണ് സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്, ഇങ്ങനെ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇനി നെക്സ്റ്റ് എക്കണോമി, നമ്മൾ ഓൾറെഡി പറഞ്ഞു ദർ ആർ 3 ഫോംസ് ഓഫ് എക്കണോമി, ദാറ്റ് ഈസ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി ആൻഡ് മിക്സഡ് എക്കണോമി. സോ നെക്സ്റ്റ് ഫോം ആണ് സോഷ്യലിസ്റ്റ് എക്കണോമി. എന്താണ് സോഷ്യലിസ്റ്റ് എക്കണോമി? സോഷ്യലിസ്റ്റ് എക്കണോമി നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. കാരണം സോഷ്യലിസം എന്നുള്ള വേർഡൊക്കെ തന്നെ ഒരുപാട് സർക്കാസമായിട്ടും അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ നമ്മുടെ ശ്രീനിവാസന്റെയും അതേപോലെ തന്നെ ജയറാമിന്റെയും സന്ദേശം എന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള സംഗതിയായിരിക്കും സോഷ്യലിസം. എന്നാൽ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ സോഷ്യലിസം എന്താണെന്ന് നമുക്ക് നോക്കാം. So the concept of socialist economy was propounded by Karl Marx and Friedrich Engels in their work The Communist Manifesto, published in 1848. So 1848 പബ്ലിഷ് ചെയ്ത കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ബുക്കിലൂടെയാണ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് എക്കണോമി എന്ന ഒരു കൺസെപ്റ്റ് വന്നത്. സോ ആരെഴുതിയതാണത്? കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും കൂടിയിട്ട് എഴുതിയ ഈ ബുക്കിൽ നിന്നുമാണ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. സോഷ്യലിസ്റ്റ് എക്കണോമിനെ നമ്മൾ കമാൻഡ് എക്കണോമി എന്നും സെൻട്രലി പ്ലാൻഡ് എക്കണോമി എന്നും വിളിക്കും. എന്താണ് വിളിക്കുക? കമാൻഡ് എക്കണോമി ആസ് വെൽ ആസ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി എന്നും നമ്മൾ വിളിക്കും. പിന്നെ ഇവിടെ റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് അക്കോർഡിംഗ് ടു ദ കമാൻഡ്സ് ഓഫ് സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി. സോ ഒരു സെൻട്രൽ ആയിട്ടൊരു പ്ലാനിംഗ് അതോറിറ്റി ഉണ്ടാവും, അതൊരു ഗവൺമെന്റ് എന്നുള്ള ഒരു നിലയ്ക്ക്. ആ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതിന് എല്ലാ രീതിയിലും കമാൻഡ്സ് കൊടുക്കുന്നത്. ആൻഡ് മാർക്കറ്റ് ഫോഴ്സസിന് ഒരു റോളും ഉണ്ടാവില്ല അലോക്കേഷൻ ഓഫ് റിസോഴ്സസിൽ. സോ റിസോഴ്സ് അലോക്കേഷനിൽ മാർക്കറ്റിന് യാതൊരു രീതിയിലുള്ള ഒരു റോളും ഉണ്ടാവില്ല. ആൻഡ് അണ്ടർ സോഷ്യലിസ്റ്റ് എക്കണോമി, production and distribution of goods are aimed at maximizing the welfare of the community as a whole. So socialist economy production and distribution of goods are aimed at maximizing the welfare of the community as a whole. So capitalist economy production and distribution of goods are aimed at maximizing the welfare of community as a whole. സോ അൺലൈക്ക് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്താണ്? പ്യുവർലി അത് ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. പക്ഷെ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് മാക്സിമൈസിങ് ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. അപ്പോ എൻ്റയർ കൺട്രിയിലത്തെ എല്ലാ ആളുകൾക്കും വെൽഫെയർ ഓറിയന്റഡ് ആയിരിക്കും സോഷ്യലിസ്റ്റ് എക്കണോമി. ആൻഡ് നോ പ്യുവർ സോഷ്യലിസ്റ്റ് കൺട്രി നൗ ഇൻ ദിസ് വേൾഡ്. സോ ആസ് ഓഫ് നോ ഒരൊറ്റ പ്യുവർ സോഷ്യലിസ്റ്റ് കൺട്രി ഇല്ല. USSR ഒരു എക്സാമ്പിൾ ആയിരുന്നു. ബട്ട് USSR ഓർ സോവിയറ്റ് യൂണിയൻ 1991 കൂടിയിട്ട് പോയതോടുകൂടി പ്യുവർ സോഷ്യലിസ്റ്റ് കൺട്രി ഇല്ല. ചൈനയുണ്ട്, പക്ഷെ എന്നിരുന്നാലും കൂടി നമ്മൾ അതിനെ പ്യുവർ ആയിട്ട് ഒരു സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് വിളിക്കാറില്ല. ജപ്പാൻ ഉണ്ട്, നോർത്ത് കൊറിയ, ഇതിനെല്ലാം തന്നെ ഒരു സോഷ്യലിസ്റ്റ് കൺട്രി ആണ്. ബട്ട് ഒരു പ്യുവർ സോഷ്യലിസ്റ്റ് കൺട്രി എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ. So first we will see what are the characteristics of a socialist economy. First is collective ownership. So collective ownership, അവിടെ private property ആയിരുന്നു ക്യാപിറ്റലിസ്റ്റിൽ, ഇവിടെ collective ownership ആണ്. There is a collective ownership of all means of production except small farms, workshops and trading firms which may remain in private hands. So ചെറിയ ആക്ടിവിറ്റീസ് ഒഴിച്ച്, അതായത് ചെറിയ ഫാമുകൾ, അല്ലാന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കടകൾ ഒഴിച്ച് ബാക്കിയിരിക്കുന്ന എല്ലാം തന്നെ ഗവൺമെന്റ് ഓൺഡ് ആയിരിക്കും. സോ അത് ഗവൺമെന്റ് ഓൺഡ് മീൻസ് ഇറ്റ്സ് എ കളക്റ്റീവ് ഓണർഷിപ്പ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ എല്ലാ സിറ്റിസൺസ്, അതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. എല്ലാ സിറ്റിസൺസിനും അവിടെ ഒരു ഓണർഷിപ്പ് ഉണ്ടാവും. ആ എല്ലാ സിറ്റിസണും കൂടി അവിടെ ഒരു ഭരണസമിതി, ദാറ്റ് ഈസ് ദ ഗവൺമെന്റ്, ദാറ്റ് ഈസ് ദ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി. അപ്പോൾ എല്ലാവരുടെയും ആയിരിക്കും ഇത്. സോ അവിടെ ഒരു ഇനീക്വാലിറ്റി നമുക്ക് കാണാൻ സാധിക്കില്ല. എക്കണോമിക് പ്ലാനിങ്, ഇവിടെ ഒരു സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഉണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യോ എക്കണോമിക് ഗോൾസ് എല്ലാം തന്നെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പോളിസി ഡിസിഷൻസ് ഉണ്ടാക്കും. എങ്ങനെയാണ് നമുക്ക് ഇനീക്വാലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത് നോക്കും. എല്ലാ ആളുകൾക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ടൈപ്പ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് അവരെടുക്കും. സോ ദാറ്റ് ഈസ് ദ എക്കണോമിക് പ്ലാനിങ് പാർട്ട്. ആബ്സെൻസ് ഓഫ് കൺസ്യൂമർ ചോയ്സ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് എനിക്ക് പിസ്സ തിന്നണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിസ്സ കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കുറച്ച് കൈൻഡ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമേ, സെലക്റ്റീവ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമേ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ഉണ്ടാക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവിടെ വെദർ ദാറ്റ് സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ഓർ വെദർ സെൻട്രലി ദീസ് പിസ്സ ഈസ് മാനുഫാക്ചർഡ്, അതിന് നമുക്ക് പിസ്സ കിട്ടും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ ഹങ്കർ, നമുക്ക് വിശപ്പുണ്ടാവില്ല. കാരണം കഴിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷെ നമുക്ക് ഒരു ചൂസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പിസ്സ തന്നെ വേണം അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ദോശ തന്നെ വേണം, അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ റിലേറ്റീവ്ലി ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. സോഷ്യലിസത്തിന്റെ പ്രത്യേകത അത് അവിടെ പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള ആക്ച്വൽ സോഷ്യലിസമാണ് പറയുന്നത്. പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല, എല്ലാവർക്കും ഈക്വലി ഒരു ഇൻകം ആയിരിക്കും. കാരണം അവിടെ ആർക്കും തന്നെ ഒരു എക്സ്ട്രാ ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് എക്സ്ട്രാ ഗെയിൻ ഉണ്ടാക്കാൻ സാധിക്കാത്തത്? കാരണം എല്ലാം സെൻട്രലി ഓൺഡ് ആണ്. അപ്പൊ ഒരാൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇതൊന്നും തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാൻ ഉള്ള ഒരു ഇതായിരിക്കും. മിനിമം റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം ഓർ മാർക്കറ്റ് ഫോഴ്സസ്. അവിടെ ഡിമാൻഡും സപ്ലൈയും അല്ല. ആസ് ലൈക്ക് ക്യാപിറ്റലിസ്റ്റ് ഡിമാൻഡിന് അനുസരിച്ചിട്ടായിരിക്കും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കോമ്പറ്റീഷന് അനുസരിച്ചിട്ടായിരിക്കും പ്രൈസ് ഫിക്സ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരു സോഷ്യലിസ്റ്റ് മോഡലില് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമിയില് മാർക്കറ്റ് ഫോഴ്സസിന്റെ റോള് വളരെ വളരെ കുറവാണ്, സെക്കൻഡറി മാത്രമേ ഉള്ളൂ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഓവർ സ്റ്റോക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു എല്ലാവർക്കും ജീവിക്കാനുള്ളതിനേക്കാളും ആവശ്യത്തിലേറെ സ്റ്റോക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മാർക്കറ്റ് സോഴ്സ് ഒക്കെ തന്നെ തേടുന്നത്. അല്ലെങ്കിൽ government will produce or the central planning authority will produce and it will be distributed among all the people in that country. ആ ഒരു രീതിയിലേക്കായിരിക്കും പോകുന്നത്. സോ മിനിമം റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം ഓർ മാർക്കറ്റ് ഫോഴ്സസ്, അതാണ് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ പ്രത്യേകത. നെക്സ്റ്റ് ഈസ് ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല. കാരണം എന്താണ്? ഇവിടെ വേറെ പ്രൊഡ്യൂസേഴ്സ് ഒന്നും ഇല്ലല്ലോ. സെൻട്രലി പ്ലാൻ ചെയ്ത് ഒരു ഗവൺമെന്റ് എന്നുള്ള ഒരു നിലയ്ക്കുള്ള ഒരു ഓർഗനൈസേഷൻ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ socialist economy. Now we will see what are the merits of socialism. So merits of socialism ആണ് നമ്മൾ ഇനി നോക്കുന്നത്. First is equitable distribution of wealth and income. നമ്മൾ നേരത്തെ പറഞ്ഞു പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള ഡിഫറൻസ് ഇല്ല. എന്താണോ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്നത് അത് എല്ലാവർക്കും ഒരേപോലെ വിഹിതമുള്ളതാണ്. ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എല്ലാവർക്കും. ആർക്കും തന്നെ ഒരു കൂടുതൽ ഗെയിൻ ഉണ്ടാക്കാനൊന്നും തന്നെ സാധിക്കില്ല. സോ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് പ്രൊവിഷൻ ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, അതേപോലെ തന്നെ ഒരേപോലത്തെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. സെക്കൻഡ് മെറിറ്റ് ഈസ് റാപ്പിഡ് ആൻഡ് ബാലൻസ്ഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. നേരത്തെ ക്യാപിറ്റലിസ്റ്റ് പോലെ ഒരാൾ മാത്രം ഇങ്ങനെ ട്രേഡ് ചെയ്യുക, അയാൾ മാത്രം പണക്കാരനാവുക, അയാൾ ഡിറ്റർമൈൻ ചെയ്യുക, അയാൾക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് ചെയ്യണം. പക്ഷെ മറ്റൊരു ഭാഗത്ത് കുറെ പാവപ്പെട്ടവരുണ്ടാവും, അവർക്കൊന്നും കിട്ടാതെ. ആ ഒരു സിറ്റുവേഷൻ സോഷ്യലിസ്റ്റിൽ ഉണ്ടാവില്ല. അതിനെയാണ് പറയുന്നത് റാപ്പിഡ് ആൻഡ് ബാലൻസ്ഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഇവിടെ എല്ലാവരും ഡെവലപ്പ് ആവും, ഇവിടെ എല്ലാവർക്കും ഒരേപോലത്തെ ഒരു പ്രിഫറൻസ് കിട്ടും. അതുകൊണ്ടാണ് റാപ്പിഡ് ആൻഡ് ബാലൻസ്ഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ആസ് എ റിസൾട്ട് ഓഫ് അങ്ങനെ എല്ലാവർക്കും ഒരേ ഇത് കിട്ടുന്നത് കൊണ്ട് എക്കണോമിയും ഒരേപോലെ തന്നെ ഗ്രോ ചെയ്യും. ഓക്കെ. സോഷ്യലിസ്റ്റ് എക്കണോമി ഇസ് എ പ്ലാൻഡ് എക്കണോമി. അവിടെ നമ്മൾ പറഞ്ഞു ഇസ് എൻ അൺപ്ലാൻഡ് എക്കണോമി. പ്രൈവറ്റ് പ്ലെയേഴ്സ് ഡിറ്റർമൈൻ ചെയ്യും എന്താണ് ഏതാണെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയായിരിക്കില്ല. ഒരു വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബഡ്ജറ്റ് ചെയ്യും, എന്ത് ഗുഡ്സ് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, എവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, ആരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, ഇതിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, ഇതിനെ എങ്ങനെ ഓരോരുത്തരെ കയ്യിലെത്തിക്കണം. അങ്ങനെ ഒരു പക്ക പ്ലാൻ ഓരോ വർഷത്തിൽ അല്ലെങ്കിൽ ഓരോ പീരീഡിലും ഉണ്ടാവും. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ക്യാപിറ്റലിസ്റ്റ് സോഷ്യലിസ്റ്റ് എക്കണോമി ഈസ് എ പ്ലാൻഡ് എക്കണോമി. സോ ഈ പ്ലാൻഡ് എക്കണോമിയുടെ പ്രത്യേകത എന്താണ്? അൺഎംപ്ലോയ്മെന്റ് വളരെ കുറവായിരിക്കും. കാരണം ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്യും എന്തൊക്കെ ചെയ്യണം. എല്ലാവർക്കും എന്തെങ്കിലും ഒരു ജോലി എന്തായാലും ഉണ്ടാവും. പിന്നെ ബിസിനസ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ തന്നെ ഉണ്ടാവില്ല. കാരണം അവിടെ ബിസിനസ് തന്നെ ശരിക്കും നടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ബിസിനസ് ഫ്ലക്ച്വേഷൻസും ഉണ്ടാവില്ല. പിന്നെ നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്ത് കൺസ്യൂം ചെയ്യുന്നു, ഒരു വലിയൊരു ഗ്രോത്ത്, ഹൈ ഗ്രോത്ത് അല്ലെങ്കിൽ ഹൈലി ഡെവലപ്ഡ് എക്കണോമി ആവാതെ ഒരു രീതിയിൽ
ഒരു നോർമലായ രീതിയിൽ എപ്പോഴും പോകാൻ വേണ്ടി സാധിക്കും. Absence of profit motive helps the community to develop a cooperative mentality and avoid class war. So എന്താ സംഭവിക്കുക? പ്രോഫിറ്റ് മോട്ടീവ് അല്ല ഇവിടുത്തെ ഒരു ഒബ്ജക്റ്റീവ്. സോ ദാറ്റ് വാട്ട് ഇറ്റ് വിൽ മേക്ക് ഒരു കോപ്പറേറ്റീവ് മെന്റാലിറ്റി, എല്ലാവരും തമ്മിൽ സഹകരണ മനോഭാവം അത് ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ കാസ്റ്റ്, ക്രീഡ് ഈ ഒരു രീതിയിലൊന്നും തമ്മിലൊരു പ്രശ്നങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ അറ്റ് ലാസ്റ്റ് വാട്ട് ഇറ്റ് വിൽ പ്രൊവൈഡ് ഒരു ഇക്വാലിറ്റി എൻഷുർ ചെയ്യും. ആ ഇക്വാലിറ്റി വരുന്നതോട് കൂടിയിട്ട് ഒരു സുപ്പീരിയർ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഒരു വെൽഫെയർ സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യാൻ സോഷ്യലിസ്റ്റ് എക്കണോമി വലിയൊരു പങ്ക് വഹിക്കും. സോഷ്യലിസം എൻഷുർസ് റൈറ്റ് ടു വർക്ക് ആൻഡ് മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ടു ഓൾ പീപ്പിൾ. സോ നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ജോലി കിട്ടാനൊരു അവകാശം ഉണ്ടാവും. അപ്പോൾ ജോലി നമുക്ക് ഉണ്ടാവുമ്പോൾ തന്നെ എന്താണ് പ്രത്യേകത? നമുക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ നമ്മളെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി പോലെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ളത് ഗ്യാപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാവില്ല. ആൻഡ് ദർ ഇസ് പ്രൊവിഷൻ ഓഫ് കോംപ്രഹെൻസീവ് സോഷ്യൽ സെക്യൂരിറ്റി അണ്ടർ സോഷ്യലിസം ആൻഡ് മേക്ക് സിറ്റിസൺസ് ഫീൽ സെക്യൂർ. അപ്പൊ അവിടെ ഒരു സിറ്റിസൺഷിപ്പ് കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. സോ ദാറ്റ് വാട്ട് ഈസ് ദ ബെനിഫിറ്റ്? അവിടെ നമുക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി? നമുക്ക് ഭക്ഷണം കിട്ടും, എന്തായാലും നമുക്ക് എന്തായാലും ഫുഡ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്കൊരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്, മെഡിസിൻസ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അങ്ങനെ നമുക്ക് എല്ലാം കൊണ്ടും നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും. സോ ദീസ് ആർ ദ വാരിയസ് മെറിറ്റ്സ് ഓഫ് socialism. Now we will see some demerits as like the another part of the coin. So demerits of socialism. Socialism involves predominance of bureaucracy and the resulting in inefficiency and delays. Yeah. So bureaucracy നമ്മൾ പറഞ്ഞു സോഷ്യലിസത്തില് സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയാണ് എല്ലാം ചെയ്യുന്നത്. സോ ദർ ഇസ് എ ഗവൺമെന്റ് അറ്റ് ദ സെന്റർ വിച്ച് വിൽ ഡിറ്റർമൈൻ ഈച്ച് ആൻഡ് എവരി സ്മോൾ തിങ്സ് ടു. സോ അവിടെ ഇതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ആരാ ഉണ്ടാവുക? ബ്യൂറോക്രാറ്റ്സ് ആണ് ഉണ്ടാവുക. എന്താണ് ബ്യൂറോക്രാറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഗ്രേഡ് ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയാണ് നമ്മൾ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത്. സോ ഗവൺമെന്റിന്റെ ഡിസിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളുകളെയാണ് നമ്മൾ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ബ്യൂറോക്രാറ്റ്സിന്റെ പ്രീഡോമിനൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ അവർക്ക് എന്ത് ചെയ്യാം? അവരിപ്പോ ഒരു ലേസിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ഇൻഎഫിഷ്യൻസിയും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കാൻ ഒരു ഡിലേയും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. കൂടാതെ ഇവർ ഇപ്പോ കൈക്കൂലിയൊക്കെ മേടിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ അവരൊരു ബെനിഫിറ്റിന് വേണ്ടി എല്ലാം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കറപ്ഷനും അതേമാതിരി തന്നെ ഫേവറേറ്റിസവും ഒക്കെ അവിടെ കൂടുതലായിരിക്കും. കാരണം അയാളുടെ കയ്യിലാണ് അറ്റ്മോസ്റ്റ് അതോറിറ്റി. സോ ആർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് അയാൾക്ക് തീരുമാനിക്കാം. സോ അയാൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അയാളുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ അങ്ങേർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് അറ്റ് ദ പ്രീഡോമിനൻസ് ഓഫ് ബ്യൂറോക്രസി ഉണ്ടാവുന്നുള്ളത്. And it restricts the freedom of individuals as there is a state ownership of material means of production. സോ അവിടെ നമുക്ക് നമ്മളെ റൈറ്റ് ടു ഫ്രീഡമോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യാനുള്ള ഫ്രീഡമോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം സ്റ്റേറ്റ് ഓൺഡാണ്. സോ ആർക്കും എന്റേത് എന്ന് പറഞ്ഞിട്ടൊരു സാധനം മേടിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അതെന്താവും? ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ തന്നെ ബ്രീച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇതാണ് എക്കണോമിയാണ്. ആൻഡ് the basic rights such as right of private property. നമ്മളെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലും നമുക്ക് അവിടെ ഉണ്ടാവില്ല. ഇറ്റ് വിൽ നോട്ട് പ്രൊവൈഡ് നെസറി ഇൻസെന്റീവ്സ് ടു ഹാർഡ് വർക്ക് ഇൻ ദ ഫോം ഓഫ് പ്രോഫിറ്റ്. ഇവിടുത്തെ ഒരു പ്രധാന പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണി എടുത്താലും എടുത്തില്ലേലും ഒക്കെ കിട്ടുന്നത് ഒരൊറ്റ രീതിയിലുള്ള ഒരൊറ്റ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് ഇൻഡിവിജ്വലി. സോ എന്ത് സംഭവിക്കും? ആളുകൾ കൂടുതൽ മടിയന്മാരും കുഴുമടിയന്മാരുമായിട്ട് മാറും. കാരണം എന്ത് ചെയ്താലും സപ്പോസ് നമുക്ക് ജസ്റ്റ് കഴിഞ്ഞുകൂടാൻ പറ്റുന്ന ഒരു ഇതേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആരും തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സെൽഫ് ഗെയിൻ ഓറിയന്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് ഈസ് administered prices are not determined by the forces of market on the basis of negotiation between buyer and seller. So പ്രൈസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ബയ്യറും സെല്ലറും കൂടി തമ്മിലുള്ള നെഗോഷിയേഷൻ ബേസിലൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് ഫോഴ്സസിന്റെ ഇത് വെച്ചിട്ട് ആയിരിക്കില്ല. ജസ്റ്റ് അവര് ഈ ബ്യൂറോക്രാറ്റ്സ് എല്ലാവരും കൂടി ഇരുന്ന് ഇതിനൊരു പ്രൈസ് ഫിക്സ് ചെയ്യും, ഇതിന്റെ കോസ്റ്റിംഗ് നോക്കിയിട്ട് ഇതിനൊരു പ്രൈസ് ഫിക്സ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതില് ബയ്യർക്കൊരു ഫേവറേറ്റ് ആയ ഒരു രീതിയിലായിരിക്കില്ല ഉണ്ടാവുന്നത്. ചിലപ്പോൾ എന്താവും, സർക്കാരിന് അതൊരു വലിയ നഷ്ടത്തിലായിരിക്കും അത് വിറ്റുപോകുന്നത്. സോ ദർ ഇസ് എൻ ഗ്യാപ്പ് ലൈക്ക് ദിസ്.
ദർ ഇസ് നോ പ്രോപ്പർ ബേസിസ് ഫോർ കോസ്റ്റ് കാൽക്കുലേഷൻ. കോസ്റ്റ് കാൽക്കുലേഷൻ ഒന്നുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റിസോഴ്സസ് ഒക്കെ തന്നെ there is the most economic and scientific allocation of resources and efficient functioning of the economic system are impossible. സോ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് പിന്നെ അവിടെ ഒരു എക്കണോമിക് ആൻഡ് സയന്റിഫിക് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഒന്നും നടക്കത്തില്ല. ജസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് ഇങ്ങനെ ചെയ്യും. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അവിടെ ഉണ്ടാവില്ല. പിന്നെ അവിടെ ഡിമാൻഡ് അല്ലെങ്കിൽ ആളുകളുടെ ഇഷ്ടം അതിനൊന്നും തന്നെ നമുക്ക് പ്രത്യേകിച്ച് വിലയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതൊരു ഒരു ബെനിഫിഷ്യൽ ആയ രീതിയിലായിരിക്കും റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റേറ്റ് മോണിപ്പോളീസ് ക്രിയേറ്റഡ് ബൈ സോഷ്യലിസം വിൽ സംടൈംസ് ബിക്കം അൺകൺട്രോളബിൾ. സോ ചില ഏതെങ്കിലും സപ്പോസ് ഒരു ഫുഡിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഏതെങ്കിലും ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള മോണോപ്പൊളീസ് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് അതിനെ കൺട്രോൾ ചെയ്യാൻ അവസാനം ഗവൺമെന്റിന് തന്നെ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. സോ അതെന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് വല്ലാത്തൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോകും. കാരണം ആക്ടിവിറ്റീസ് ഒന്നും തന്നെ മര്യാദയ്ക്ക് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വെൽഫെയർ അവിടെ എഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാം. നെക്സ്റ്റ്, അണ്ടർ സോഷ്യലിസം ദ കൺസ്യൂമേഴ്സ് ഹാവ് നോ ഫ്രീഡം ഓഫ് ചോയ്സ്. ഇഷ്ടം എന്ത് കിട്ടിയോ അത് ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് അവിടെ വലിയ വിലയൊന്നുമില്ല. അതേപോലെ തന്നെ പേഴ്സണൽ എഫിഷ്യൻസിക്കോ പ്രൊഡക്ടിവിറ്റിക്കോ അങ്ങനെയൊന്നും തന്നെ നമുക്ക് പ്രത്യേകിച്ച് റിവാർഡ് ഒന്നുമില്ല, ഒരു ഇൻസെന്റീവ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആളുകള് ജോലി ചെയ്യാൻ പ്രേരിതമായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് ഒരു പ്യുവർ സോഷ്യലിസ്റ്റ് ഫോം ഓഫ് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഉണ്ടാക്കാനും സാധിക്കില്ല. സോ പിന്നെ സോഷ്യലിസ്റ്റ് എക്കണോമി എങ്ങനെയായിരിക്കും ബേസിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്? ഫസ്റ്റ് ഫോർ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളത് ഫസ്റ്റ് സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ഡിസൈഡ് ചെയ്യും എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, അവിടെയും ചോദ്യത്തിന് റിലവൻസ് ഇല്ല, കാരണം എല്ലാവർക്കും ഈക്വൽ ഇതായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഹൗ ടു പ്രൊഡ്യൂസ് എക്സിസ്റ്റിംഗ് റിസോഴ്സസ് വെച്ചിട്ട് അവർ ജസ്റ്റ് യൂസ് ചെയ്യും, ദാറ്റ്സ് ഓൾ. അതുകൊണ്ടാണ് ഇവിടെ കാര്യമായിട്ട് അങ്ങനത്തെ ഒരു ഇതൊന്നും നമ്മൾ പിന്നെ നിങ്ങളുടെ മെറ്റീരിയൽ ഡിസ്കസ് ചെയ്ത് പോകാത്തത്. ഇവിടെ എൻറ്റയർ തിങ് വാട്ട് എവർ ഇറ്റ് ഈസ് സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി വിൽ ഡിസൈഡ്. അല്ലാതെ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു കസ്റ്റമൈസബിൾ ഒന്നും അല്ല. സെൻട്രൽ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുന്നത്, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദ എക്കണോമിനെ ഇവർ സോൾവ് ചെയ്യുന്നത് ബൈ ദ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ഇറ്റ്സെൽഫ്. സോ ഇതാണ് സോഷ്യലിസ്റ്റ് എക്കണോമി. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു മിക്സഡ് ഫോമിലേക്ക് നോക്കാം. ദാറ്റ് ഈസ് മിക്സഡ് ഫോം ഓഫ് എക്കണോമി. So in mixed economic system depends on both markets and government for allocation of resources. ഇവിടെ എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ മിക്സഡ് ഫോം ഓഫ് എക്കണോമി എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ കുറച്ച് നല്ല വശങ്ങളും സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ കുറച്ച് നല്ല വശങ്ങളും ഒന്നിച്ച് ചേർത്തിട്ടുണ്ടാക്കിയതാണ് മിക്സഡ് എക്കണോമി. ഇന്ത്യ അടങ്ങുന്ന രാജ്യം, ഇന്ത്യ ഒരു മിക്സഡ് എക്കണോമിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിമിറ്റഡ് എക്സ്റ്റെന്റില് ഗവൺമെന്റിന് പ്രൈവറ്റ് പ്ലേയേഴ്സിന് ഫ്രീഡം ഉണ്ട്. ആൻഡ് ടു ആൻ എക്സ്റ്റെന്റ് ആർക്ക് ഗവൺമെന്റ് അതിനെ പല രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലത്തെ സിറ്റുവേഷൻ ഒന്ന് നോക്കൂ. അതായത് നമുക്കിവിടെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ തന്നെ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രൊഫസ്. ആർട്ടിക്കിൾ 19 നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാനുള്ള റൈറ്റ്. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. പക്ഷെ ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈസൻസിങ് റിക്വയർമെന്റ്സ് വരും. സോ അവിടെ എന്താ സംഭവിക്കുന്നത്, ഗവൺമെന്റ് അവിടെ നിങ്ങളെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഗവൺമെന്റ് നമ്മളെ ഒന്ന് മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇല്ലീഗൽ ആയിട്ടും അങ്ങനത്തെ സംഭവം ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻടോളറന്റ് ആയിട്ടുള്ള രാജ്യത്തിന്റെ സെക്യൂരിറ്റിനെ ബാധിക്കുന്ന രീതിയിൽ, സെക്യൂരിറ്റിക്ക് ത്രെട്ട് വരുത്തുന്ന രീതിയിൽ ആരും ഒരു ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സർവൈലൻസ് മെക്കാനിസമാണ്. അത് മാത്രമല്ല വെൽഫെയർ ഓഫ് ദ പീപ്പിൾ കൂടുതൽ അഷ്യൂർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ കൂടുതൽ അഷ്യൂർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇവര് ഇങ്ങനത്തെ ലൈസൻസിങ് റിക്വയർമെന്റ്സ് ഒക്കെ തന്നെ കൊണ്ടുവരുന്നത്. സോ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ എല്ലാ ടൈപ്പ് എക്കണോമിക് ഫ്രീഡം ഉണ്ട്, എന്നാൽ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ കൺട്രോളും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് നമ്മളത് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. സോ ദ മിക്സഡ് എക്കണോമിക് സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് മാർക്കറ്റ്സ് ആൻഡ് ഗവൺമെന്റ് ഫോർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്.
സോ റിസോഴ്സ് അലോക്കേഷന് വേണ്ടിയിട്ട് മിക്സഡ് എക്കണോമി ബോത്ത് മാർക്കറ്റ് ആസ് വെൽ as ഗവൺമെന്റിനെയും ഇത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. And in fact, every economy in the real world makes use of both market and government. Therefore, it's a mixed economy in its nature. Yeah. So, ഒരു കാലം ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്കണോമിയും ഇപ്പോ മാർക്കറ്റിനെയും ആസ് വെൽ ആസ് ഗവൺമെന്റിനെയും രണ്ടിനെയും നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും സെയിൽ ചെയ്യാനും ഒക്കെ. സി നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന് ഒരു താങ്ങുവില എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് മിനിമം സപ്പോർട്ട് പ്രൈസ്. എന്താണ് ഈ താങ്ങുവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ്? അതായത് സർക്കാർ അഗ്രികൾച്ചറിസ്റ്റിൽ നിന്നും, അതായത് ഫാർമേഴ്സിന്റെ അടുത്ത് നിന്നും ഒരു സപ്പോസ് 1 കിലോ നെല്ലിന് 15 രൂപയെങ്കിലും അറ്റ്ലീസ്റ്റ് തന്നിട്ട് അത് എടുക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടീനെയാണ് നമ്മൾ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് പ്രൈസ് മിനിമം സപ്പോർട്ട് പ്രൈസിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റേറ്റിലായിരിക്കും അത് പിന്നെ ഇത് ചെയ്യുന്നത്, മീൻസ് സെയിൽ ചെയ്യുന്നത്. പക്ഷെ മാർക്കറ്റ് റേറ്റ് മിനിമം സപ്പോർട്ട് പ്രൈസിനെക്കാട്ടിലും താഴെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റേറ്റും മിനിമം സപ്പോർട്ട് പ്രൈസും കൂടി തമ്മിലുള്ള ഡിഫറൻസ് ഗവൺമെന്റ് ഒരു സബ്സിഡി ആയിട്ട് ഫാർമർക്ക് കൊടുക്കും. സോ ഇതിനെയാണ് നമ്മൾ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. സി നോക്കൂ, ഈ മെക്കാനിസത്തിൽ ആക്ച്വലി ഫാർമർക്ക് എല്ലാ ടൈപ്പ് ഫ്രീഡം ഉണ്ട്. ഫാം ചെയ്യാനോ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനോ ഒക്കെ ഫ്രീഡം ഉണ്ട്. പക്ഷെ ഗവൺമെന്റിന്റെ സപ്പോർട്ടും ഇവിടെ ഉണ്ട്. അപ്പോ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് പ്ലേയേഴ്സ് അവരെ ബെസ്റ്റ് ചെയ്യും, ഗവൺമെന്റ് വിൽ ഡു ദ ബെസ്റ്റ് തിങ്. സോ ദാറ്റ് ഡീമെറിറ്റ്സ് ഓഫ് ബോത്ത് സോഷ്യലിസം ആസ് വെൽ ആസ് ക്യാപിറ്റലിസം ഇവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. So we will see in a mixed economy, the aim is to develop a system which try to include best features of both the controlled economy and the market economy while excluding the demerits of both. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സോഷ്യലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും രണ്ടിന്റെയും നമുക്ക് ഡീമെറിറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് മെറിറ്റ്സ് മാത്രം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇറ്റ് അപ്രീഷിയേറ്റ്സ് ദ അഡ്വാൻറ്റേജ് ഓഫ് പ്രൈവറ്റ് എന്റർപ്രൈസസ് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി വിത്ത് ദെയർ എംഫസിസ് ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് മോട്ടീവ്. സോ അതെന്ത് ചെയ്യും? പ്രൈവറ്റ് എന്റർപ്രൈസിനെ എൻകറേജ് ചെയ്യും, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ എൻകറേജ് ചെയ്യും, പുതിയൊരു സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യിക്കും, സെൽഫ് ഇൻട്രസ്റ്റും അതേമാതിരി തന്നെ അവിടെ ഒരു പ്രോഫിറ്റ് മോട്ടീവും ഉണ്ട്. പക്ഷെ ഗവൺമെന്റും കൂടിയിട്ട് ചെറിയ രീതിയിൽ നമ്മളൊരു ഇന്റർഫിയറൻസ് ഉണ്ടാവും. പിന്നെ മിക്സഡ് എക്കണോമിയിൽ പ്രൈവറ്റ് എന്റർപ്രൈസസിന്റെ റോളും വളരെ പോസിറ്റീവ് റോളാണ്. ബിക്കോസ് അവർക്ക് അവരുടേതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്, അവർക്ക് അവരുടേതായ പ്ലേയിങ് പ്ലേസുകൾ ഉണ്ട്, പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്. സോ ദാറ്റ് അവർക്ക് ഒരു പോസിറ്റീവ് റോൾ തന്നെയാണ് മിക്സഡ് എക്കണോമി. സി ഈ റീസെന്റ് ആയിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോ ആക്ച്വലി 1991 ശേഷം other than some 3 to 4 major core sectors of government എല്ലാ മേഖലയിലും നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ പറ്റും. ഇതൊരു പ്രോആക്റ്റീവ് സ്റ്റെപ്പാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും. ഇവിടെ നമുക്ക് പ്രൈവറ്റ് പ്ലേയേഴ്സിന് ഒരുപാട് രീതിയിൽ നമുക്ക് പിന്നെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഫ്യൂ റെസ്ട്രിക്ഷൻസ് വെക്കും. എന്തിനു വേണ്ടിയിട്ടാണത്? ഇവർ ഇല്ലീഗൽ ആയിട്ടുള്ള രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കാനും വെൽഫെയർ ഒബ്ജക്റ്റീവ് അപ്കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് ഉള്ള രീതിയിലൊരു ചെറിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് വെക്കും. Now we will discuss what are the features of mixed economy. First is coexistence of private and public sector. ഇവിടെ നമുക്ക് പ്രൈവറ്റ് ആസ് വെൽ ആസ് പബ്ലിക് സെക്ടർ ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സപ്പോസ് ഇപ്പോ നമുക്ക് ഇവിടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളും ഉണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഡയറക്റ്റ് കമ്പനികളും ഉണ്ട് പല സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാൻ. നമുക്ക് ഇവിടെ പ്രൈവറ്റ് കമ്പനികളും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ദർ ഇസ് എ കോഎക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് പ്രൈവറ്റ് ആസ് വെൽ ആസ് പബ്ലിക് സെക്ടർ. സോ in fact in a mixed economy there are 3 sectors of government, that is private sector, public sector, combined sector. So private sector എന്ന് വെച്ച് കഴിഞ്ഞാൽ the production and distribution in this sector are managed and controlled by private individuals and groups. സോ പ്രൈവറ്റ് കമ്പനികളായിരിക്കും, പ്രൈവറ്റ് സ്ഥാപനങ്ങളായിരിക്കും അവരെന്ത് ചെയ്യും? പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എൻറ്റയറിറ്റിയിൽ മാനേജ് ചെയ്യും, കൺട്രോൾ ചെയ്യും, എല്ലാ രീതിയിലും ചെയ്യും.
പിന്നെ ഇൻഡസ്ട്രീസ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഇൻട്രസ്റ്റും പ്രോഫിറ്റ് മോട്ടീവുമായ രീതിയിലായിരിക്കും ചെയ്യുന്നത്, ബട്ട് സബ്ജക്ട് ടു ഗവൺമെന്റ് കൺട്രോൾ. ആൻഡ് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഡയറക്റ്റോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഒരു പല രീതിയിലുള്ള കൺട്രോൾസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രൈവറ്റ് സെക്ടറുകൾ വർക്ക് ചെയ്യും. പബ്ലിക് സെക്ടർ പ്രൈമറിലി ഒരു പ്രോഫിറ്റ് മോട്ടീവ് ആയിക്കൊള്ളണമെന്നില്ല, ബട്ട് മേ ബി മെനി സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആർ ഇൻ പ്രോഫിറ്റ് നൗഡേയ്സ്. സ്റ്റേറ്റ് പബ്ലിക് സെക്ടറുകളുണ്ട്, ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിനെ പല രീതിയിലും ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ പബ്ലിക് സെക്ടറുകളിലേക്കും കമ്പൈൻഡ് സെക്ടറുകളിലേക്കും. കമ്പൈൻഡ് സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, PPP മോഡൽ. സോ അതൊക്കെ ഇപ്പൊ ഈ എനർജി ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യിക്കുന്ന ഒന്ന് രണ്ട് ഇതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ നാഷണൽ ഹൈവേസ് ഒക്കെ തന്നെ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നുള്ള മെത്തഡോളജിയിൽ അതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മെത്തേഡാണ്. അതായത് ഒരു പ്രൈവറ്റ് പാർട്ടി നാഷണൽ ഹൈവേയുടെ ഒരു സ്പെസിഫിക് സെക്ഷൻ ഓഫ് റോഡ് ബിൽഡ് ചെയ്യും, എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ഇയേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു പീരീഡിൽ അവർ അതിനെ ഓപ്പറേറ്റ് ചെയ്ത് ടോൾ കളക്ട് ചെയ്യും, എന്നിട്ട് അതിനുശേഷം ഈ റോഡ് സർക്കാരിലേക്ക് കൈമാറും. സോ ദ തിങ് ഇസ് ദാറ്റ് ഗവൺമെന്റിന് ആക്ച്വലി അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും, പ്രൈവറ്റ് പ്ലെയേഴ്സിന് അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഇരിക്കുന്ന പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പുകളെയാണ് നമ്മൾ PPP ഓർ കമ്പൈൻഡ് സെക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പല എയർപോർട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ സിയാൽ നോക്കി കഴിഞ്ഞാൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് നോക്കി കഴിഞ്ഞാൽ അതൊരു PPP മോഡലിൽ ചെയ്തിരിക്കുന്ന ഒന്നാണ്. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇതും ഒരു PPP മോഡലിൽ ചെയ്തിരിക്കുന്ന ഒന്നാണ്. സോ ഇതിനെയാണ് നമ്മൾ കമ്പൈൻഡ് സെക്ടർ എന്ന് പറയുന്നത്. സോ ഫീച്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫീച്ചർ ഇസ് ദാറ്റ് there is a coexistence of both private as well as public sectors. So ഇതാണ് അതിന്റെ ഫസ്റ്റ് ഫീച്ചർ. And we will see what are the merits available to these capitalist economy and socialist economy. Mixed economy has following merits available to capitalist economies and socialist economies. So compared to ക്യാപിറ്റലിസ്റ്റും സോഷ്യലിസ്റ്റ് എക്കണോമീസിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സഡ് എക്കണോമിക്ക് ഇനി പറയുന്ന മെറിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ്, എക്കണോമിക് ഫ്രീഡം ആൻഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി വിച്ച് എൻഷുവേഴ്സ് ഇൻസെന്റീവ് ടു വർക്ക് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. സോ ഇവിടെ ഒരു എക്കണോമിക് ഫ്രീഡം ഉണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റ് പ്ലെയേഴ്സിന് ഇവിടെ എക്സിസ്റ്റൻസിനുള്ള ഒരു സാഹചര്യവും ഉണ്ട്. ഇതെന്ത് ചെയ്യും? പ്രൈവറ്റ് പ്ലെയേഴ്സ് ഒരു കമ്പനിയോ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിന്റെ ലൈസൻസിങ് റിക്വയർമെന്റ്സ് എല്ലാം തന്നെ അപ്കീപ്പ് ചെയ്ത് അവർ തുടങ്ങും. അപ്പൊ അതെന്ത് ചെയ്യും? അവര് പ്രോഫിറ്റ് മോട്ടീവ് ആണല്ലോ അവരെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? ദിസ് വിൽ പ്രൊവൈഡ് ഇൻസെന്റീവ് ടു വർക്ക് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എക്കണോമിക് ഫ്രീഡം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Next is price mechanism and competition forces operating in the private sector promoting efficient distance and better resource allocation. ഇവിടെ നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഇരിക്കുന്ന സെയിം ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? മാർക്കറ്റ് ഫോഴ്സസ് തന്നെയായിരിക്കും കോമ്പറ്റീഷൻ തന്നെയായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡിമാൻഡും സപ്ലൈ ഒക്കെ തന്നെ ആക്ച്വലി എങ്ങനെയായിരിക്കും? ഈവൻ ദോ ഗവൺമെന്റിന്റെ കൺട്രോളിലൂടെ ചില എസെൻഷ്യൽ കൊമോഡിറ്റീസ് നിർബന്ധമായിട്ട് ഉണ്ടാക്കും, അതിന് പുറമെ ബാക്കിയിരിക്കുന്നതൊക്കെ തന്നെ ഡിമാൻഡും സപ്ലൈയും ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുൻപിലേക്ക് പോകുന്നത്. സോ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ദാറ്റ്? ഇവിടെ എഫിഷ്യന്റ് ഡിസിഷൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ ബെറ്റർ റിസോഴ്സ് അലോക്കേഷനും ഇവിടെ ഉണ്ടാവും. Then third is consumers are benefited through consumer sovereignty and freedom of choice. So ഇവിടെ നമുക്ക് കൺസ്യൂമർ സോവർണിറ്റി ഉണ്ടാവും, അതേപോലെ തന്നെ കൺസ്യൂമറിന് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടാവും. എന്ത് ഗുഡ്സ് വേണമെങ്കിലും അയാൾക്ക് കൺസ്യൂമറിന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോഷ്യലിസ്റ്റ് പോലെ ചില സാധനങ്ങൾ മാത്രം വിൽക്കുന്നതായിരിക്കില്ല. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്ക് എന്തൊക്കെ ഗുഡ്സ് ഉണ്ടോ അത്രയും അവിടെ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രയ്ക്ക് തന്നെ ഇവിടെയും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അപ്രോപ്രിയേറ്റ് ഇൻസെന്റീവ്സ് ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിക്കൽ പ്രോസസ്. അപ്രോപ്രിയേറ്റ് ഇൻസെന്റീവ്സ് ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിക്കൽ പ്രോസസ്. സോ നമ്മൾ എന്ത് പുതിയതായിട്ട് കണ്ടുപിടിച്ചോ അതിന് എന്തുണ്ടാവും? പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ, അതേമാതിരി തന്നെ നമുക്ക് ടെക്നോളജി വൈസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റുമോ അതിന് കറക്റ്റ് ഇൻസെന്റീവ്സ് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഇൻസെന്റീവ് ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. നെക്സ്റ്റ് ഈസ് എൻകറേജസ് ഓണ്ടർപ്രൈസ് ആൻഡ് റിസ്ക് ടേക്കിംഗ്. സോ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സോഷ്യലിസത്തില്
റിസ്ക് ടേക്കിങ്ങോ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് ഒന്നും തന്നെ എൻകറേജ് ചെയ്യില്ല. പക്ഷെ ക്യാപിറ്റലിസത്തിൽ ഉണ്ട്. സോ ഇവിടെ പിന്നെ മിക്സഡ് എക്കണോമി എന്റർപ്രൈസ് ഓണ്ടർപ്രണർഷിപ്പിനെയും അതേപോലെ തന്നെ റിസ്ക് ചെയ്യുന്ന ആൾക്കാരെയും എൻകറേജ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ആൻഡ് റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലാൻ പ്രയോറിറ്റീസ്. സോ ഇവിടെ എക്കണോമിക് പ്ലാനിങ് ഉണ്ടാവും, റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് പ്ലാൻ പ്രയോറിറ്റീസ്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ എക്കണോമിക് പ്ലാനിങ് ഉണ്ടാവും, അതേമാതിരി തന്നെ റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇവിടെ നമുക്ക് ഗവൺമെന്റ് വിൽ പ്ലാൻ ആൻഡ് ഒരു പ്ലാൻ ചെയ്യും, ആ പ്ലാനിന് അനുസരിച്ചിട്ടായിരിക്കും. പക്ഷെ ദാറ്റ് പ്ലാൻ വിൽ പ്രൊമോട്ട് പ്രൈവറ്റ് പ്ലേയേഴ്സ് ഓൾസോ, so that they have their own ground to play. So that the thing is that economic development is assured by the central planning authority, but also they promote these private players. Okay, comparatively greater economic and social equality and freedom from exploitation due to greater state participation and direction of economic activities. നമുക്കിവിടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി വളരെ കൂടുതലായിരിക്കും, അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. എങ്ങനെയാണ് ഫ്രീഡം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, ഫ്രീഡം ഫ്രം ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യപ്പെടും നമുക്ക്? ആക്ച്വലി ഇറ്റ് ഈസ് ത്രൂ ഗവൺമെന്റ് റെഗുലേഷൻസ് ഉണ്ടാവും. സപ്പോസ് നമ്മൾ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സ്ഥിതി നോക്കുക, ഈവൻ ദോ ഗുഡ്സ് നമുക്ക് സെയിൽ ചെയ്യുന്നത്, നമ്മൾ അവിടെ പോയി സർവീസസ് നമ്മൾ സെയിൽ ചെയ്യുന്ന മേടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. ആക്ച്വലി ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ത് ചെയ്യും? നമ്മളെ സേഫ് ഗാർഡ് ചെയ്യും, കൺസ്യൂമറിനെ സേഫ് ഗാർഡ് ചെയ്യും. അതേപോലെ തന്നെ ഓരോന്നിനും അതിൻ്റെതായ നിയമങ്ങൾ ഗവൺമെന്റ് ഇറക്കുന്നുണ്ട്. ആ ഇറക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമാണ് ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിയെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ ഒരു അതോറിറ്റി ഉണ്ടാവും. And disadvantages of cutthroat competition avoided through government's legislative messages such as environment and labor regulations. So കോമ്പറ്റീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അതിന് നമുക്ക് കോമ്പറ്റീഷൻ ആക്ട് ഉണ്ട്. അതേപോലെ തന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ തന്നെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എൻവയറമെന്റൽ ഡിഗ്രഡേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വാരിയസ് എൻവയറമെന്റൽ റെഗുലേഷൻസ് ഉണ്ട്, വാരിയസ് ലേബർ റൂൾസ് ഉണ്ട്, ലേബർ ലോ ഉണ്ട്, സാലറി പ്രോപ്പർ ടൈമിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് മിനിമം വേജസ് ആക്ട് ഉണ്ട്, അതേപോലെ തന്നെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരുപാട് ലേബർ ലോസ് ഉണ്ട്, ഒരുപാട് എൻവയറമെന്റൽ ലോസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കൊമേഴ്ഷ്യൽ ലോസ് ഉണ്ട്. ഈ ലോസ് ഒക്കെ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ സേഫ് ഗാർഡ് ചെയ്യും. സോ ടു കൺക്ലൂഡ് വിത്ത്, മിക്സഡ് എക്കണോമി ഈസ് when we compare the things and when we compare all the things, mixed economy is not always a golden path between capitalism and socialism. സോ ഒരിക്കലും ക്യാപിറ്റലിസത്തിനെയും സോഷ്യലിസത്തിനെയും കൂടി തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലം അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് അല്ല ശരിക്കും പറഞ്ഞ മിക്സഡ് എക്കണോമി. ഒരുപാട് അൺസർട്ടനിറ്റീസ് മിക്സഡ് എക്കണോമിയിലും ഉണ്ട് ശരിക്കും പറഞ്ഞില്ല. കാരണം ഇവിടുത്തെ ഒരുപാട് നിയമങ്ങളൊക്കെ ലോസ് റെഗുലേഷൻസ് ആർ മെയ്ഡ് ബൈ ഗവൺമെന്റ് അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം. അതിന്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണ് അതിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്നത്, ഹൗ ദ എഫക്റ്റീവ്നെസ് ആർ ചെക്ക്ഡ്, ഹൗ വി ആർ അഷ്യൂറിംഗ് ദാറ്റ് ദീസ് കൈൻഡ് ഓഫ് വെൽഫെയർസ് ആർ പ്രൊവൈഡഡ് ടു എംപ്ലോയീസ് ആസ് വെൽ ആസ് അതേഴ്സ് എന്നുള്ളത് നമുക്കൊരു ചോദ്യചിഹ്നമാണ്. സോ മിക്സഡ് എക്കണോമി ഈസ് ഓൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസീവ് കൺട്രോൾ ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന് എക്സസീവായ കൺട്രോൾ ഉണ്ട്. So what happened? It will reduce the incentives and constrain the growth of the private sector. For example, even though licensing ഒരു ഈസി മെക്കാനിസം ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലാന്നുണ്ടെങ്കിൽ അതിലിരിക്കുന്ന എക്സിസ്റ്റിംഗ് സിസ്റ്റം വെച്ചിട്ട് ഈ ലൈസൻസിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഓണ്ടർപ്രണർക്ക് ആ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതേപോലെ തന്നെ poor implementation of planning, പ്ലാൻ ചെയ്ത് വെക്കും, but how far it is implemented, that is a very big question. Higher rates of taxation, lack of efficiency, corruption, wastage of resources, undue delays in economic decisions, poor performance of public sector, ഇങ്ങനെ ഒക്കെ തന്നെ നമുക്ക് മിക്സഡ് എക്കണോമിയിലും കാണാൻ സാധിക്കും. കാരണം ഒരു സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഉണ്ട് എന്ന് പറയുന്നു, നമ്മുടെ ഗവൺമെന്റ് പ്ലാൻ ചെയ്ത് തരുന്നു, അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ലൈസൻസിങ് റിക്വയർമെന്റ്സ് ഉണ്ട്, വാരിയസ് ലോ റൂൾസ് ഉണ്ട്, റെഗുലേഷൻ, ബട്ട് ഹൗ ഫാർ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ്, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ ഇന്ത്യയുടെ സിനാരിയോയിൽ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഒരുപാട് സർക്കാസം നമ്മൾ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ വർക്കിങ്ങിനെ കുറിച്ച് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്.
So the thing is that when the government machinery is not proper, the mixed economy is very difficult to work out. Like that private players അങ്ങനെ തന്നെ ആവാം. കാരണം പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇവൻ ദോ എല്ലാം ലീഗലി പിന്നെ വേണ്ട സാധനങ്ങൾ വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ ലീഗലി വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ ആർട്ടിഫിഷ്യലി മേക്ക് ചെയ്തിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള രീതിയിലേക്ക് പോവാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വേണമെങ്കിൽ മോണോപ്പൊളൈസ് ചെയ്യുന്ന മോണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റീസിലേക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സി ജിയോ ഇറങ്ങിയ സമയത്ത് ഐ ആം നോട്ട് ക്രിറ്റിസൈസിങ് ജിയോ, പ്ലീസ് എക്സ്ക്യൂസ് ഇഫ് യു ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. ജിയോ ഇറങ്ങിയ സമയത്ത് ആൻഡ് നൗ ഓൾസോ വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഇസ് ട്രൈങ് ടു മോണോപ്പൊളൈസ് ദ ടെലികോം സെക്ടർ. പക്ഷെ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബാക്കിയിരിക്കുന്ന ടെലികോം കമ്പനീസ് പിടിച്ചു നിൽക്കുന്നുണ്ട്. സി പക്ഷെ അത് എത്ര കാലം പിടിച്ചു നിൽക്കുന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ലാസ്റ്റ് ഇയറിലൊക്കെ തന്നെ ഐഡിയ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും എല്ലാം ഈവൻ ഐഡിയ വോഡഫോൺ മെർജ് ചെയ്തിട്ട് പോലും ലോസിലേക്കുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ റീസെന്റ് ഇപ്പൊ ഒരു ടെലികോം ഫെയർ ഒക്കെ തന്നെ ഇൻക്രീസ് ചെയ്തപ്പോ ജിയോ ഇൻ പാർ വിത്ത് ഐഡിയന്റെ എല്ലാമായി. സോ അവർക്ക് പിടിക്കേണ്ട എല്ലാ കസ്റ്റമർ ബേസ് കിട്ടി, പിന്നെ ഗുഡ് നെറ്റ്വർക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. സോ അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കാലം കൊണ്ട് ബാക്കിയുള്ള കമ്പനികളൊക്കെ വാനിഷ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജിയോനെ മാത്രം ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തും. ആൻഡ് ഓൾസോ മോർ ഓവർ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ എ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. ശരി, നമ്മൾ ഇപ്പോഴത്തെ ഇന്ത്യയിലത്തെ സ്ഥിതി തന്നെ എടുക്കുക. സെൻട്രൽ പബ്ലിക് സെക്ടറും സ്റ്റേറ്റ് പബ്ലിക് സെക്ടറും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആയിരക്കണക്കിന് കമ്പനീസ് നമുക്ക് കാണാൻ സാധിക്കും. ഒക്കെ ലോസിൽ ഓടുന്ന കമ്പനികളായിരിക്കും. വളരെ കുറഞ്ഞ പോലെ BPCL IOCL അങ്ങനെ എന്തെങ്കിലും കുറച്ച് കമ്പനികൾ പ്രോഫിറ്റിൽ ഓടുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മേജർ ആയിട്ടിരിക്കുന്നത് ഒക്കെ തന്നെ നഷ്ടത്തിൽ ഓടുന്നതാണ്. അപ്പം പക്ഷെ ഇതേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടർ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. സോ ഇവിടെ നമുക്ക് എഫിഷ്യൻസി ഒരു വലിയൊരു ഫാക്ടറാണ്. സോ സ്ട്രോങ് ഗവൺമെന്റൽ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടെങ്കിലും കൂടിയിട്ട് മേ ബി പബ്ലിക് സെക്ടറും പ്രോപ്പർ ആയിട്ട് വളരില്ല, പ്രൈവറ്റ് സെക്ടറിനും ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത് വളരില്ല. ഇനി വളർന്നാൽ തന്നെ അത് വേറൊരു രീതിയിലേക്ക് വേണമെങ്കിൽ പോകും. സോ ദ സിസ്റ്റം വുഡ് ദെൻ റിസംബിൾ ക്യാപിറ്റലിസം വിത്ത് ഓൾ ഇറ്റ്സ് ഡിസ്അഡ്വാൻറ്റേജസ്. സോ സെയിം തിങ് എന്ത് ക്യാപിറ്റലിസം ഉണ്ടോ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസിന് സെയിം പോലെ ആയിരിക്കും മിക്സഡ് എക്കണോമി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. സോ മിക്സഡ് എക്കണോമി will be good. We are not saying like mixed economy is bad, but mixed economy എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ both the regulation wise as well as from the private sector wise it will function accordingly. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മിക്സഡ് എക്കണോമി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഗതിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ വിത്ത് ദിസ് യൂണിറ്റ് 2 is completed. So we will discuss some questions in the next lecture. Thank you.